ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു ചിക്കൻ സലാമി ചെയ്ത് നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനായിട്ട് നമുക്കിത് ഈസി ആയിട്ട് നേരത്തെ പ്രിപ്പയർ ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഒക്കെ പറ്റും. ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. കുറച്ച് ഫ്ലേവേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ചിക്കൻ സലാമി റെഡിയാക്കി എടുക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചതച്ച മുളക്, പെപ്പർ പൗഡർ, സോൾട്ട്, ഗാർലിക് പൗഡർ, ഒണിയൻ പൗഡർ, ചിക്കൻ ഇത്രയും എടുത്തിട്ടുണ്ട്. ഞാനിതെല്ലാം കൂടെ ഈ ചോപ്പറിലിട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് ഒന്നെങ്കിൽ ചിക്കൻ്റെ കീമ മേടിച്ചിട്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ മിക്സിയിലിട്ട് അടിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഞാൻ ഒരു 2 ചിക്കൻ ബ്രസ്റ്റ് ഇതുപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2 പച്ചമുളകും ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ്, അല്ലെങ്കിൽ ആഡ് ചെയ്യണമെന്നില്ല. ഞാനിതിലേക്ക് 1 ടീസ്പൂണോളം ചതച്ച മുളകും 1 ടീസ്പൂണോളം പെപ്പർ പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒനിയൻ പൗഡറും ഗാർലിക് പൗഡറും വേണം. ഒനിയൻ പൗഡർ ഞാനൊരു 1/2 ടീസ്പൂണും ഗാർലിക് പൗഡർ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എമൗണ്ട് കുറയ്ക്കാവുന്നതാണ്, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ഒണിയൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഒന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇതെല്ലാം മിക്സ് ചെയ്തുകൊണ്ട് വരുമ്പോൾ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുക, അധികം വെള്ളമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണോളം മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ബൈൻഡ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് പൾസ് ചെയ്തുകൊണ്ട് വരാം. അങ്ങനെ ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഇത് അരഞ്ഞ പോലെ കിട്ടും. അധികം വെള്ളമൊന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാനൊക്കെ പറ്റുന്ന പരുവത്തിൽ ഇത് നമുക്ക് റെഡിയായി കിട്ടും. ഇനി ഇത് നമുക്കൊന്ന് കവർ ചെയ്യണം. അതിനായിട്ട് ഞാൻ 2 ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു ബട്ടർ പേപ്പറോ പാച്ച്മെൻറ്റ് പേപ്പറോ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മെൽറ്റഡ് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിത് ഒറ്റ റോളായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് ചെറിയ സോസേജിൻ്റെ പീസുകൾ പോലെ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇങ്ങനെ റെഡിയാക്കി എടുത്ത ഈ ചിക്കൻ നമ്മൾ ഈ ഫോയിൽ പേപ്പറും പാർച്ച്മെൻറ്റ് പേപ്പറും വെച്ച് ഒന്ന് കവർ ചെയ്യണം. ആദ്യം ഞാൻ ഈ പാർച്ച്മെൻറ്റ് പേപ്പർ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് ഈ ചിക്കൻ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് കോൺടാക്റ്റ് ഈ അലുമിനിയം ഫോയിലുമായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് 2 സൈഡും നമുക്കിതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കണം. ഈ ചോക്ലേറ്റൊക്കെ കവർ ചെയ്യുന്ന പോലെ നമ്മളിതൊന്ന് പിരിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഫോയിൽ പേപ്പർ വെച്ചും ഇതിൻ്റെ മുകളിലൂടെ കവർ ചെയ്തിട്ട് ഇതുപോലെ തന്നെ നല്ല ടൈറ്റായിട്ട് ഒന്ന് പിരിച്ചെടുക്കേണ്ടതാണ്. ഇത് ഞാൻ ബേക്ക് ചെയ്യുവാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓവൻ ഇല്ല എന്നുണ്ടെങ്കിൽ, ഓവനിലല്ല ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നുകിൽ നിങ്ങൾക്ക് സ്റ്റീം ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് കവർ ചെയ്ത ശേഷം വെള്ളത്തിൽ ബോയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇതൊരു ബേക്കിംഗ് പാനിൽ വെച്ചിട്ട് 350 ഡിഗ്രിയിൽ 25 to 30 മിനിറ്റ്സോളം ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ബേക്ക് ചെയ്ത് കഴിഞ്ഞ് ഇത് നല്ലപോലെ റൂം ടെമ്പറേച്ചർ ആകുന്നിടം വരെ തണുത്തിട്ടേ നമ്മളിത് തുറക്കാവുള്ളൂ. അങ്ങനെ ഞാനിത് റെഡിയാക്കി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റും ജ്യൂസിയും ആയിട്ടുള്ള ചിക്കൻ സലാമി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ കഴിക്കാൻ നല്ലതാണ്. കട്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ കഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ കുറച്ചുകൂടെ ഇതൊന്ന് ബട്ടറിൽ ടോസ്റ്റ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ബട്ടറിൽ ഒരു 1 to 2 മിനിറ്റ്സ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് ചെറിയൊരു ബ്രൗണിഷ് കളറൊക്കെ ആകുമ്പം കുറച്ചുകൂടി ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും നല്ലതാണ്. നേരത്തെ പ്രിപ്പയർ ചെയ്ത് ഇത് ലെയറുകളായിട്ട് പാർച്ച്മെൻറ്റ് പേപ്പറിൻ്റെ മുകളിൽ അടുക്കി നമുക്ക് കവർ ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.